ഹേ ഗൈസ്, വെൽക്കം ബാക്ക് എഗെയിൻ. അപ്പോൾ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ തമ്മിലെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ചിലപ്പോൾ ടൈമിംഗ് ഉണ്ടാവില്ല ഗൈസ്. പിന്നെ നമുക്ക് സ്കൂബ സൂട്ടൊക്കെ അൺലോക്ക് ആക്കാനുണ്ട്. പിന്നെ ഗൈസ് ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ പിടിക്കുമോ പറഞ്ഞിട്ടുണ്ട്. ഈ പാമ്പെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടൈറ്റൻ ബോവയാണോ? അത് ഈ കറണ്ടൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഇനി PAAMB അങ്ങനത്തെ വല്ല ഡൈനോ ഉണ്ടാ? കാരണം ഈ ആർക്കിനകത്തേ നമ്മൾ വിചാരിക്കാത്ത കുറേ ഡൈനോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്തൊക്കെ തരം പേരിലാണ് ഡൈനോസൊക്കെ ഉള്ളത് എനിക്കൊരു പിടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരു കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് അത്രയും എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഈ താച്ചില്ലേ, ഇത് മൊത്തം നമുക്ക് ഞാനേ കോഴി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ താച്ചിന് മൊത്തം ഇന്ന് വുഡാക്കണം. പിന്നെ നമുക്ക് എൻ്റെ ഡ്രസ്സ് മാറ്റണം. പിന്നെ നമുക്ക് ഇവിടെ മറ്റേ ക്രാഫ്റ്റ് മാറിപ്പോയി നമ്മുടെ കൃഷി തുടങ്ങണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കിടിലമാണ് ഗൈസ്. നമുക്ക് കൃഷി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തുടങ്ങിയാലാ? എന്നിട്ട് പറ്റുമെങ്കിൽ ഇന്ന് ഒരു ഡൈനെ പിടിക്കണം. പിന്നെ റെക്സിനെയൊക്കെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതിനെയൊക്കെ നോക്കട്ടെ, എന്തായാലും പിടിക്കാം. അപ്പോൾ ഈ സ്ഥലം കണ്ടാ കുറച്ച് കില്ലാടി സ്ഥലമില്ല ഇത്? നോക്ക്, കണ്ട് ഇവിടെയൊക്കെ നമുക്ക് മറ്റേ കൃഷിയൊക്കെ നടത്താൻ പറ്റും. ഫുള്ള് കൃഷിയൊക്കെ സെറ്റാണ് ഈ സ്ഥലം. ഓക്കെ, ഞാൻ ഇത്രയും നേരം ഒരു കുഴപ്പമുണ്ടായില്ല. റെക്കോർഡ് തന്നെ എടുത്തു, കോഴി കരച്ചിൽ തുടങ്ങി. അതൊന്നും നമുക്കൊരു തരികയില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ ആദ്യം നമ്മുടെ ഡ്രസ്സ് ക്രാഫ്റ്റ് ചെയ്യാം, നമ്മുടെ ആർമർ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആർമർ ഒന്ന് അൺലോക്ക് ആക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടേതായി ഈ ഡ്രസ്സില്ലേ, ഇതാണ് നമ്മുടെ ക്ലോത്ത് പാൻറ്റ്സ്. ഇനി അടുത്ത് നമ്മുടെ ഹൈഡാണ് കൈറ്റിനാണ് ഹൈഡാ തോന്നട്ടാ. നോക്കട്ടെ. ഗൈസ്, ഈ ഹൈഡ് കണ്ടല്ല, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാധനം. അപ്പോൾ ഇത് ഫുള്ളൊന്ന് അൺലോക്ക് ആക്കട്ടെ കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹൈഡും ഫൈബറാണ് വേണ്ടത് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, പിന്നെ നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കണം. മറ്റേ ഫൈബർ ചെത്തുന്ന മറ്റേ അരിവാളില്ലേ, ആ സാധനം ഉണ്ടാക്കണം. അപ്പം നമുക്ക് അരിവാൾ ആദ്യം ഉണ്ടാക്കാം. അരിവാൾ ഉണ്ടാക്കാം, അത് അൺലോക്കാണ് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ, അരിവാൾ എത്രയിലാണ്? 30 എന്തുകൊണ്ടാണ് അരിവാളുള്ളത്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30 നോക്കട്ടെ. യെസ് ഗൈസ്, 30. അതെ, 30. അപ്പോൾ നമുക്കൊരു 5 ലെവൽ കൂട്ടണം. ഇപ്പോൾ 25. നമുക്ക് എന്തൊക്കെ കൂട്ടണം? നമുക്ക് മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടാമല്ലേ? മൂവ്മെൻറ്റ് സ്പീഡ് ഒരു 5 കൂട്ടാം. 1 2 3 4 5. ഓക്കെ, ഒരു 5 ഞാൻ മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിവാൾ അൺലോക്ക് ചെയ്യാം. അരിവാൾ ലെവൽ 30. ലെറ്റ്സ് ഗോ. 30 വരെ ഉള്ളതിൽ എന്തൊക്കെ ഉള്ളതെന്ന് നോക്കട്ടെ. 25 വരെ നമ്മൾ അൺലോക്ക് ആക്കി. സ്റ്റോണിനുണ്ടല്ലോ ഇവിടെ ഗൈസ്. ഇവിടെ നമുക്കെന്താ സ്റ്റോൺ ആക്കിയാലാ? അല്ലെങ്കിൽ വേണ്ട, ആദ്യം നമുക്ക് വുഡാകാണ്ട് പിന്നെ നമുക്ക് സ്റ്റോണിലോട്ട് ഇടാം. അപ്പോൾ ഇതിനകത്ത് മീഡിയം ക്രോപ്പ് പ്ലോട്ട് ഈ സാധനം കിട്ടി. ഇത് നമുക്ക് എന്തായാലും വേണമായിരുന്നു. അപ്പോൾ ഇതെന്തായാലും അൺലോക്ക് ആക്കി. വാട്ടർ ജാർ ഇത് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ അതും നമ്മൾ അൺലോക്ക് ആക്കി. പിന്നെ എന്താണ്? പിന്നെ ഒന്നുമില്ല ഗെയ്സ്. സാഡിൽ അങ്ങനെ ഡെസേർട്ട്, ഇത് ഏതാ? ഡെസേർട്ട് ഷർട്ട്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിനകത്ത് തന്നെയാണ്. ഇത് ചിലപ്പോൾ ഇതിനകത്ത് തന്നെ ആയിക്കോട്ടാ. ഇതിനകത്ത് മറ്റേ ഡെസേർട്ട് ഏരിയക്കില്ല, അപ്പോൾ അതുകൊണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ. പിന്നെ മറ്റേ മെറ്റൽ സ്പൈക്ക് വാൾ ആ സാധനം ഉണ്ട്. അഡോബ് ഡൈനോസർ ഗേറ്റ്, ഇതൊക്കെ ഏതാ സാധനമോ? ഞാൻ പുതിയതായിട്ട് കാണലാണ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ അരിവാൾ ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അരിവാൾ ഉണ്ടാക്കാം. അപ്പോൾ അരിവാൾ നോക്കട്ടെ. ഓക്കെ, എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ക്രാഫ്റ്റ് 1. ഓക്കെ, നമ്മുടെ അരിവാളം നമ്മളങ്ങനെ ക്രാഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് പണിയണ്ടേ? അപ്പോൾ അതിന് കുറച്ച് നമ്മുടെ നോർമൽ ആരോസ് പണിയാനുണ്ട്. അപ്പോൾ നോർമൽ ആരോസ് പണിയാൻ എന്തൊക്കെ വേണം നോക്കട്ടെ. ഫൈബർ, ഫ്ലിൻറ്റ്, താച്ച്, ഈസി. അപ്പോൾ ഫൈബർ ആദ്യം എടുക്കാം. നമുക്ക് ഒരു 100 അടുത്ത് ഫൈബർ. ഓക്കെ, ഫൈബർ കിട്ടി. ഇനി ഫ്ലിൻറ്റും താച്ചും കൂടെ മതി. അപ്പോൾ ഒരു 1000 ഒരു 3000 നമ്മൾ ഫൈബർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലിൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഈ കല്ലുകൾ കുത്തിയാൽ നമുക്ക് ഫ്ലിൻറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് ഫ്ലിൻറ്റും അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് താച്ച് വേണം. താച്ച് താഴെ പോകണം കേട്ടോ. ഓക്കെ, അവിടെ താച്ചുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ആ മരം വെട്ടി അതിന് താച്ച് കളക്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗേസ്, അപ്പോൾ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ വേണ്ടി മറക്കരുത്. ഞാൻ ഇപ്പോഴാണ് അത് മറന്നുപോയി ഞാൻ പറയാനായിട്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇതെന്താ കുത്തി കിട്ടിപ്പോയി. ഓക്കെ ഗേസ്, അങ്ങനെ നമുക്ക് അത്യാവശ്യം നമ്മുടെ താച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ആരോ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ക്രാഫ്റ്റ് 100. ഓക്കെ, ഒരു 100ൻ്റെ അടുത്ത് നമ്മൾ ആരോ ക്രാഫ്റ്റ് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് കൊണ്ടുപോയി സ്റ്റോറേജ് ബോക്സ് ഇട്ട് വെക്കാം. തൽക്കാലം ഇപ്പം 100 മതി. ഇനിയിപ്പോൾ ഏതെങ്കിലും കുട്ടി ഡൈനോസ് ഉണ്ടാവും. ഇവിടെ മറ്റേ ആടുണ്ട്, മുട്ടനാട്. അപ്പോൾ അതിനെ തീർത്തന്നെ കുറച്ച് ഹൈഡ് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഹൈഡും കൂടെ എടുത്തിട്ട് വരാം. പിന്നെ നമ്മുടെ ബാസിലോസോറസ് അതിൻ്റെ സാഡിലൊന്ന് എത്ര അൺലോക്ക് ആവണേ നോക്കട്ടെ കേട്ടാ. ഗൈസ്, ലെവൽ 60 നമ്മുടെ ബാസിലോസോറസിൻ്റെ സാഡിൽ അൺലോക്ക് ആവില്ല. അപ്പോൾ ഒന്ന് ലെവൽ 60 ആകുമ്പോഴേക്കും നമുക്ക് ആ ഡൈനോ പിടിക്കാം. പിന്നെ റെക്സിനെ പിടിക്കാൻ പറഞ്ഞിട്ട് പാമ്പിനെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പാമ്പെന്ന് പറഞ്ഞാൽ ടൈറ്റനോ ബോവ ആണെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ അതിനെ പിടിക്കാൻ പറ്റുമോ?
എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് കറക്റ്റായിട്ട്. ഗൈസ് ഒന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രോ ഒന്ന് ഈ ടൈറ്റന് പോകാനെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടോ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിടിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷേ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഓക്കെ, അങ്ങനെ ഒരു മുട്ടനാടി നമ്മൾ തീർത്തിട്ടുണ്ട്. മുട്ടല്ല, ഇത് ചെമ്മരിയാട്, നല്ല ആടാണിത്. ഓ, ഇതിൽ നിന്ന് റോ മട്ടൻ. ഓക്കെ, പെൽറ്റും റോ മട്ടനും കിട്ടി നമുക്ക് ഇതിൽ നിന്ന്. തീർന്നാ? ഓ, റോ മട്ടൻ കുറേ കിട്ടില്ലേ. നമുക്കപ്പോൾ ഫുഡ് ബുക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ ബേസിനകത്ത് കുറച്ചധികം സാധനങ്ങൾ പുതിയത് കൊണ്ടുവരാനുണ്ട് നമുക്ക്. ബേസിനുള്ളിൽ നമ്മുടെ എന്താണ് ഫുഡ് ബുക്ക് ചെയ്യണ സാധനം വെക്കണം. പിന്നെ വെപ്പണൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഫാബ്രിക്കേറ്റർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ ക്രാഫ്റ്റ് ചെയ്യാം ഓരോന്നായിട്ട്. ഗൈസ്, ഇത് കുറേ മട്ടൻ എന്ന് പറഞ്ഞ കുറേ സാധനം കിട്ടിയിട്ടുണ്ടല്ലോ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യും ഇനി? അപ്പോൾ നമുക്ക് ഈ സാധനം മൊത്തം ആരെങ്കിലും ഇൻവെൻ്ററിൽ ഇടാം. അപ്പോൾ ഈ കുതിരാൻ ഇൻവെൻ്ററി അത്യാവശ്യം നോക്കട്ടെ. ഓക്കെ, ഇതിനകത്തിടാം. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരുന്നു? റോ മട്ടൻ. ഓക്കെ, നമ്മുടെ റോ മട്ടൻ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ഓൾ. ഓക്കെ, നമ്മുടെ റോ മട്ടൻ മൊത്തത്തിൽ നമ്മളിതാ നമ്മുടെ കുതിരേൻ്റെ ഇൻവെൻ്ററിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ പെൽറ്റും കിട്ടി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹൈഡിൻ്റെ ഡ്രസ്സുകൾ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഹൈഡ് ഡ്രസ്സ്, പാൻറ്റ് ക്രാഫ്റ്റ് 1, പിന്നെ കൈ ക്രാഫ്റ്റ്, ഗ്ലൗസ് ക്രാഫ്റ്റ് 1, ഇനി ഷർട്ട്, പിന്നെ തലയിലിടുന്ന തൊപ്പി, പിന്നെ ഷൂസും നമ്മൾ ക്രാഫ്റ്റ് ചെയ്തു. അപ്പോൾ മൊത്തത്തിലായിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്ന് ഇടാം. ഓക്കെ, നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ വേറെ രീതിക്കായല്ലേ നമ്മൾ നോക്ക് കണ്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി ഐറ്റംസ് മൊത്തം നമുക്ക് നമ്മുടെ സ്റ്റോറേജ് ബോക്സിൽ ഇട്ട് വെക്കാം. അല്ല, സ്റ്റോറേജ് ബോക്സിൽ ഇടല്ലേ, നമുക്ക് ഈ സാധനം മാറ്റണ്ടേ. നമ്മുടെ ഇത് മൊത്തം വുഡ് ആക്കണ്ടേ. അപ്പോൾ വുഡൻ സാധനം മൊത്തം അൺലോക്ക് ചെയ്താ നോക്കട്ടെ. ഇല്ല ഗൈസ്, അപ്പോൾ ഓരോന്ന് അൺലോക്ക് ആക്കട്ടെ. നമ്മുടെ ഫൗണ്ടേഷൻ, മതിൽ, സീലിംഗ് ഓൾറെഡി അൺലോക്ക് ആണ്. പിന്നെ നമ്മുടെ വുഡൻ ഡോർ ഫ്രെയിം, വുഡൻ ഡോർ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ലെഫ്റ്റ് റൈറ്റ് മറ്റേ റൂഫില്ല, ആ സാധനം വേണം. ഓക്കെ, അത് അൺലോക്ക് ചെയ്തു. ലെഫ്റ്റ് റൈറ്റ് അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി മറ്റേ സ്ലോപ്പ്ഡ് വുഡൻ റാമ്പലല്ലോ, സ്ലോപ്പ്ഡ്. ഓക്കെ, സ്ലോപ്പ്ഡ് റൂഫ് അതും നമ്മൾ അൺലോക്ക് ആക്കി. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനി വേണ്ടത് വുഡ് കുറച്ചധികം നമുക്ക് വേണം. എത്ര മണിയാൻ പറ്റും? 2 പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കിനി പോയിട്ട് കുറച്ചധികം വുഡ് കളക്ട് ചെയ്യാം. അപ്പോൾ വുഡ് കളക്ട് ചെയ്യാനായിട്ട് ഓക്കെ, അതായത് അവിടെ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ വുഡ് കളക്ട് ചെയ്യട്ടെ. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വുഡ് കുറച്ചധികം കളക്ട് ചെയ്യാം. ഓക്കെ, ഒരു 1700 അടുത്ത് ഞാൻ വുഡ് കളക്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ വുഡൻ ഫൗണ്ടേഷൻ അത് മൊത്തത്തിൽ ഞാൻ പണിതിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി വെക്കാം നമുക്കവിടെ. എന്നിട്ട് ഓരോരോ വുഡ് കളക്ട് ചെയ്ത് കൊണ്ടുതന്നാം ഗൈസ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് മിക്കവാറും ടൈമിംഗ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നോക്കാം, നമുക്ക് പറ്റുമെങ്കിൽ ഒരു ടെറേനെ പിടിക്കാം. ടെറനെ പിടിച്ചാൽ നമുക്ക് പറന്നിങ്ങനെ നടക്കാം. പറ്റുമെങ്കിൽ ഞാനിപ്പോൾ ഒരു ടെറനെ പിടിക്കും. ടെറന് 30 സംതിങ് ആണ്, 37 അങ്ങനെ എന്തോ ആവണം ടെറേൻ്റെ സാഡിൽ അൺലോക്ക് ആവാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെന്ത് ഹോട്ട് ബാൾ ഇട്ട് വെച്ചേക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഈ മൂലക്കേന്ന് തുടങ്ങാം പണിയാനായിട്ട്. ലെറ്റ്സ് ഗോ. ഞാൻ FPP ആക്കട്ടെ. ഇങ്ങനെ പണിയുമ്പോൾ FPP വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ മൂലക്കെ നമുക്ക് ഓരോന്ന് വെച്ച് തുടങ്ങാം. 25 അല്ലേ ഗൈസ് ഞാൻ വെച്ചത്? 25 ഇത് 6x6 അല്ലേ? 36 എന്തോ വെച്ചിട്ടുണ്ട് ഞാൻ. 36 എന്തോ ആണ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കളക്ട് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ വുഡൻ ഫൗണ്ടേഷൻ വുഡ് കളക്ട് ചെയ്യാനാണ് ഏറ്റവും പാട്. നമുക്ക് പോട്ടെ കുറച്ചധികം വുഡ് ആദ്യം കളക്ട് ചെയ്ത് കൊണ്ടുവരാം, എന്നിട്ട് പതിയെ ഉണ്ടാക്കാം. ഇനി ഒരെണ്ണം ഉള്ളൂ. ഓക്കെ, ഇനി 2, 4, 6, 8 കുറേ ഉണ്ട്. 12 എന്തോ വേണ്ടത് തോന്നിട്ടാ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടുത്ത വുഡ് കളക്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഓക്കെ ഗേസ്, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അവസാനത്തെ 2 ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറിൻ്റെ പണി അങ്ങനെ തീരും. ഇനി നമുക്ക് മതിൽ പണിയണം. മതിലുണ്ടില്ല, ഇത്രയും മതിൽ പണിയാനുണ്ട്. അപ്പോൾ നമുക്കിനി മതിൽ മൊത്തത്തിൽ ക്രാഫ്റ്റ് ചെയ്യാം. ഒരു 100ൻ്റെ അടുത്ത് എന്തായാലും ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു തൽക്കാലം ഇപ്പോൾ ഒരു 100ൻ്റെ ഒരു പകുതി ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. 22 ഞാൻ ക്രാഫ്റ്റ് ആക്കി. കുറച്ചുകൂടെ നമുക്ക് ക്രാഫ്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റ് 100 കൊടുത്തിട്ടുണ്ട്. പകുതി ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഒരു 48ൻ്റെ അടുത്ത് ഞാൻ മതിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് വെച്ച് തുടങ്ങാം. 1. അയ്യോ, ഇത് തിരിഞ്ഞു അല്ല. അയ്യോ, ഇത് വെക്കാൻ പറ്റുമോ? കറക്റ്റായി ഗേസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ മതിൽ കറക്റ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഹൈറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല, അത്ര ഹൈറ്റിലൊന്നും. അതാണൊരു ശോകം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ മതിൽ മൊത്തത്തിൽ ഇവിടെ വെക്കാം. ഇവിടെ 2 നമ്മുടെ ഡോറാണ്, മറ്റേ ഡോറിൻ്റെ സാധനം, വുഡൻ ഡോർ ഫ്രെയിമിൽ ആ സാധനം വെക്കേണ്ടത് അവിടെ. അപ്പോൾ ബാക്കി മതിൽ ഇത് പുറകിൽ നിന്ന് പണിയേണ്ടി വരും കേട്ടോ. അപ്പർ സൈഡ് ആ സ്റ്റോറേജ് ബോക്സ് വെച്ചാറിനോ നമുക്ക് വെക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ മൊത്തത്തിൽ നമ്മൾ മതിലുകൾ പണിത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ മറ്റേ സൈഡിൽ സാധനം ഉണ്ടല്ല, ഇത് ലെഫ്റ്റ് റൈറ്റ് അല്ല, നമുക്ക് ഡോർ ഫ്രെയിമും ഡോറും പണിയാം.
എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് പണിയാം. അപ്പോൾ 2 ഡോർ ഫ്രെയിമും രണ്ടെണ്ണം ഞാൻ ക്രാഫ്റ്റ് ചെയ്തു. പിന്നെ 2 ഡോർ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അത് രണ്ടും നമ്മൾ ക്രാഫ്റ്റ് ആക്കി. അപ്പോൾ ഡോർ ഫ്രെയിം എന്തേ? ഓക്കെ, ഇതാണ് നമ്മുടെ 2 ഡോർ ഫ്രെയിം. ഇതൊരെണ്ണം നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യണം അടിയിൽ. ഓക്കെ, ഒരെണ്ണം ഇവിടെ, 2, അങ്ങനെ 2 ഡോർ ഫ്രെയിം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോർ വെക്കണം. ഡോർ ഓക്കെ, ഡോറും വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. 1, 2. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് മറ്റേ സൈഡിൽ വെക്കുന്ന സാധനമില്ല, അതൊരു 5 എണ്ണം വെച്ച് പണിയണം. അപ്പോൾ അതിന് പണിയട്ടെ. നമ്മുടെ ഈ സാധനം ഇതിൻ്റെ പേരെന്താണ്? സ്ലോപ്പ്ഡ് വുഡ് വാൾ റൈറ്റ്. അപ്പോൾ 1, 5. ഇതേപോലെ അപ്പർ സൈഡ് ഒരു 5 എണ്ണം പണിയണം. അപ്പോൾ അതൊരു 5 എണ്ണം പണിയട്ടെ, 5. അങ്ങനെ അത് 2 സൈഡും ഞാൻ പണിതിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തം കൊണ്ടുപോയി വെക്കട്ടെ. ആദ്യത്തെ സൈഡ് ഓക്കെ, 1, 2, അയ്യോ വെക്ക് 3. ഇനി ഇപ്പുറം ആ സെയിം സാധനം ഇപ്പുറം വെക്കണം. ഇത് തന്നെ വുഡൻ സ്ലോപ്പ്ഡ് റൂഫ് പണിയണം. അത് കുറച്ചൊരു 50 അടുത്ത് ഞാൻ പണിതിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്ക് ഹോൾ ബാർ ഇട്ട് വെക്കാം. ഒരു 56 അടുത്ത് ഞാൻ പണിതിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി സാധനങ്ങൾ വെക്കട്ടെ. ഇതാ തോന്നട്ടെ, ഈ സൈഡ് ഇതാ തോന്നുന്നു. നോക്കട്ടെ ഏട്ടാ, ഇതിവിടെ. ഇനി അപ്പുറത്ത് മറ്റേ സാധനം പണിയണം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ സ്ലോപ്പ്ഡ് സൈഡ് റൂഫ് ആ സാധനത്തിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ സാധനം സ്ലോപ്പ്ഡ് വുഡൻ റൂഫിൽ ഈ സാധനം വെക്കണം. ഇത് മൊത്തത്തിൽ ഇങ്ങനെ വെക്കണം ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്റ്റോണിലോട്ട് മാറ്റും. അപ്പോൾ ഇതേപോലെ വെക്കണോ, ഇതേപോലെ വീഡിയോ ഇടണോ, അല്ലെങ്കിൽ ഞാൻ ഓഫ്ലൈനിൽ നിന്ന് ചെയ്താൽ മതിയാ? അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ പിന്നെ വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ടൈമിങ് കൂടെ നടത്താം എന്നുള്ളൊരു ഇതാണ്. അച്ഛോ, ഇത് മുകളിൽ വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് നമുക്ക് വെക്കാം, സീനില്ല. ഓക്കെ, അങ്ങനെ മൊത്തം പണി കഴിഞ്ഞിട്ടുണ്ട്. ആകെ വെക്കാനുള്ളത് ആ മുകളിൽ 2 ഭാഗം കണ്ട് അവിടെ വെക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ 2 ഭാഗം ഈ 2 സൈഡും വെക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വെക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ചാടണം. ചാടിക്കാൻ നമുക്ക് വെക്കാൻ പറ്റും. കണ്ട, 1 ഇവിടെ ചാടുക, 2. ഓക്കെ, അത് കഴിഞ്ഞു. അതേപോലത്തെ സെയിം ഇപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യണം. ചാടുക, 1, 2. ഭാഗ്യം ഇത് ചാടണമെന്നില്ല കേട്ടാ. ഓക്കെ, അങ്ങനെ വീടിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കേണ്ടത് നമ്മുടെ ഈ മെഡിക്കൽ ബ്രൂ ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ കുക്കിംഗ് പോട്ട്. അപ്പോൾ അത് പണിയുള്ള സാധനങ്ങൾ നമ്മുടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. ഗൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റ് 1 ഒരെണ്ണം മതി നമുക്ക് എന്തായാലും. ഈ കുക്കിംഗ് പോട്ടൊക്കെ ഒരു ചെറിയ സാധനമാണ്. ഇതിനും വലുതുണ്ട്, മറ്റേ ഇൻഡസ്ട്രിയൽ കുക്കിംഗ് പോട്ട് അങ്ങനെ എന്തില്ല ഗൈസ്, ഇൻഡസ്ട്രിയൽ കുക്കറാ അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, തൽക്കാലം അത് നമുക്ക് ഇവിടെ വെക്കാം. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് നമ്മുടെ ടെറേനെ പിടിക്കാം. പോരെ, ഇപ്പോൾ എല്ലാം സെറ്റായില്ലേ? അപ്പോൾ നമ്മുടെ ടെറേനോട് പിടിച്ചു വന്നാൽ ഏകദേശം മൊത്തത്തിൽ കഴിയും. അപ്പോൾ നമുക്ക് ടെറേൻ്റെ സാഡിൽ അൺലോക്ക് ചെയ്യണ്ടേ. അപ്പോൾ സാഡിൽ നോക്കട്ടെ. കണ്ടില്ലേ, ലെവൽ 38. എനിക്കൊരു ഓർമ്മയുണ്ട്, ടെറേനൊക്കെ നമ്മളെപ്പോഴും പിടിക്കുന്നുണ്ട് കറക്റ്റ് ചെയ്തതിനകത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ലെവൽ 38 വരെയുള്ളത് നമുക്ക് അൺലോക്ക് ആക്കണം. അപ്പോൾ 8 ലെവലൂടെ കൂട്ടണം. അപ്പോൾ ഞാൻ എന്തായാലും ഹെൽത്ത് കൂട്ടണോ, മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടാം ഗൈസ്, അതാണ് നല്ലത്. മൂവ്മെൻറ്റ് സ്പീഡ് കുറച്ചിരിക്കട്ടെ. 38 വരെ നമ്മൾ നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനി 38 വരെ എന്തൊക്കെ സാധനമുള്ളതെന്ന് നോക്കട്ടെ. നേരത്തെ 35 വരെ ആയിരുന്നല്ലേ? ഓക്കെ, അപ്പോൾ ഇനി 38 വരെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടാ. 35 അല്ല 35 ആയിരുന്നില്ലേ നേരത്തെ ഈ അരിവാൾ വരെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഗില്ലി സൂട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ തോക്ക്, ലോങ് നെക്ക് റൈഫൽ. എൻ്റെ സാധനം എത്തി ഗൈസ്. യെസ്, ലെറ്റ്സ് ഗോ. ഈ സാധനം ഞാൻ എന്തായാലും പണിയും. ലോങ് നെക്ക് റൈഫൽ അത് നമുക്ക് എന്താണ് ഇതിനകത്ത് നമുക്ക് പിന്നെ പണിയാം. പിന്നെ കൈറ്റിൻ്റെ ആർമർ ഉണ്ട്. ടെറേൻ്റെ ഇതുണ്ട് കേട്ടാ. ടെറേൻ്റെ സാഡിൻ്റെ അതിൻ്റെ അടിയിലോട്ട് ഷോർട്ട് ഗണ്ണൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, നമുക്ക് മെയിൻലി തുറക്കേണ്ടത് ഈ ഒരു സാധനമാണ്. ലെവൽ 48 ഈ ഫാബ്രിക്കേറ്റർ തുറക്കണം. അതിനകത്ത് ഒരുപാട് സാധനം ഉണ്ടാക്കാനുണ്ട് കേസ്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ. അതിൻ്റെ അടിയിൽ പിന്നെ നമുക്ക് ഈ ഗ്രില്ല് ഉണ്ടാക്കാനുണ്ട്. കുറേ സാധനം ഉണ്ട് ഇനി ഉണ്ടാക്കാനായിട്ട്. ടെറേൻ്റെ സാഡിൽ പണിയാം. അപ്പോൾ ടെറേൻ്റെ സാഡിൽ എത്രയിലാണ്? സാഡിൽ പണിയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ക്രാഫ്റ്റ് 1. ബാക്കി മൊത്തത്തിൽ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് ബോക്സിൽ ഇട്ട് വെക്കാം ഗൈസ്. അപ്പോൾ ദാ പറക്കുന്നതാണ് നമ്മുടെ മറ്റേ നീല കളർ ടെറ. ഇവിടെ വേറൊരു ടെറ കൂടെ ഉണ്ടായിരുന്നു. അത് വേറൊരു ഗ്രേ അല്ലൊരു ഗ്രീൻ, ഒരു ചാണാപ്പച്ച പോലത്തെ കളറുള്ളൊരു ടെറയായിരുന്നു. ഇതിവിടെ ഉണ്ടായിരുന്നത്, പക്ഷേ ഇത് മറന്നുപോയി. നമുക്കപ്പോൾ അതിനെ പിടിക്കണം. ആ സാധനത്തിനെ പിടിക്കേണ്ടത്. അതൊന്ന് താഴത്തിറങ്ങിയിരുന്നെങ്കിൽ വേഗം പിടിക്കായിരുന്നു. ഞാനേ ആരോ മാറ്റി തരട്ടെ, അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് അടിച്ച് ആ ടെറേനെ തീർത്തളയും ചിലപ്പോൾ. ഓക്കെ, ആ ടെറ അങ്ങനെ താഴ്ത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മറ്റേ ഡിപ്ലോ എന്ന് പറഞ്ഞ ജീവി ഉണ്ട്. ആ ജീവി കുറച്ച് സീനാണ്. അത് നമ്മളെ അടിച്ച് തെറിപ്പിച്ചളയും. മിക്കവാറും അതിൻ്റെ മീറ്റാക്കി ഞാൻ എടുക്കാൻ പോകുന്നത് ടെറനെ പിടിക്കാനായിട്ട്. ഓക്കെ, നമ്മുടെ ബോല നമ്മൾ കറക്കി എറിഞ്ഞു. നല്ല കളർ സാധനം അല്ലേ? ഓക്കെ, നമ്മൾ ബോല കറക്കി എറിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ടെറനെ നോക്കാക്കാം. അപ്പോൾ 364 വെച്ച് ഡാമേജ് കയറുന്നു. ഓക്കെ, 145. ലെറ്റ്സ് ഗോ ഗൈസ്. 145 ടെറ
അപ്പോൾ നമുക്കുണ്ടല്ലോ ആ ട്രൈക്കിൻ്റെ നിന്ന് കുറച്ച് മീറ്റ് നമ്മുടെ റോ മീറ്റ് കളക്ട് ആക്കണം. അപ്പോൾ അതൊന്ന് കളക്ട് ആക്കട്ടെ. ട്രൈക്കിൻ്റെ നിന്ന് കളക്ട് ആക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, 245 വെച്ചിട്ട് ഡാമേജ് പോല് ചാവടാ. അശോ പോകുന്നട്ടാ. നോക്കവറായി നമ്മുടെ ട്രൈക്ക്. അസെൻറ്റ് വെപ്പണായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ലെറ്റ്സ് ഗോ. നമ്മുടെ ട്രൈക്ക് അങ്ങനെ വീണിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ നിന്ന് കുറച്ച് മീറ്റ് ഹാർവസ്റ്റ് ചെയ്യണം. നല്ലൊരു ടെറിന് കിട്ടിയിട്ടാ നമുക്ക് 1000 അടുത്ത് കിട്ടിയട്ടാ. ഇതിനകത്ത് പിന്നെ പെട്ടെന്ന് മീറ്റ് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടെറ എന്തേ? ഓക്കെ, ലെറ്റ്സ് ഗോ. കത്തിയൊക്കെ എടുത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് മിക്കവാറും ടെറ തീർന്നു. ഓക്കെ, നമ്മളങ്ങനെ മീറ്റ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ഇതെന്തായാലും അടക്കുന്ന ടൈം ആവട്ടെ. ഇനി ഞാൻ ടൈമായിട്ട് വരാം. എന്തായാലും നല്ലൊരു കാര്യമാണ്. 145 ലെവൽ ടെറിനെ കിട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്ന് വേഗം ടൈമായിട്ട് വരാം. ഗൈസ് അങ്ങനെ നമ്മുടെ ടെറ ഇവിടെ ടൈമായിട്ടുണ്ട്. ലെവൽ 217 ടെറ. നമുക്കെന്തായാലും 145 കിട്ടിയത്, 145 കിട്ടിയത് എന്തായാലും നല്ലൊരു കാര്യമായി. ഗൈസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുന്നതാണ്. നമുക്ക് പിന്നെ കുറച്ച് ഡൈനോസറൊക്കെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റെക്സ്, പിന്നെ ബാസിലോസോറസ്. ഗൈസ് പിന്നെ മറ്റേ പാമ്പിൻ്റെ കാര്യം ബ്രോ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നോ കേട്ടോ. പാമ്പിൻ്റെ കാര്യം ടൈറ്റന് പോവാണോ ഒന്ന് പറഞ്ഞു തന്നോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക, അങ്ങനത്തെ പരിപാടി അങ്ങോട്ട് ചെയ്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ. ഇനിയിപ്പോൾ ഇതിനെ തമ്മിൽ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ബൈ ബൈ.